ആകാശവാണി കോഴിക്കോട്. യുവവാണി. യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഛായാഗ്രാഹകനായ അപ്പു പ്രഭാകറാണ്. വെൽക്കം. താങ്ക് യു ഹരിത. ഇക്കഴിഞ്ഞ 7-ാം തീയതി റിലീസായ നാരായണീന്റെ 3 ആൺമക്കളായിരുന്നു ഏറ്റവും പുതിയതായി ഇറങ്ങിയ സിനിമ. അതുകൂടാതെ കഴിഞ്ഞ മാസം റിലീസായി വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ച രേഖാചിത്രത്തിന്റെയും ഛായാഗ്രാഹകനായിരുന്നു. രേഖാചിത്രത്തിന്റെ വിശേഷത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, കാരണം സക്സസ് ആയിരുന്നു. എങ്ങനെയായിരുന്നു അതിലുള്ള ഒരു വർക്കിംഗ്? അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. അത് തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഒരു തുടക്കത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പ്രീ പ്രൊഡക്ഷനൊക്കെ തുടങ്ങി. അത് പിന്നെ ആസിഫിൻ്റെ ഒരു ചെറിയൊരു ഇഞ്ചുറി കാരണം കുറച്ചൊരു ഡിലേ വന്നു. പക്ഷെ അത് തുടങ്ങിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജോഫിൻ ആദ്യം വന്ന് കഥ പറയുന്നതിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് ഇന്നാവുന്നത്. അപ്പോൾ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി അതിൽ ഭയങ്കര നല്ലൊരു സിനിമയുണ്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു തുടക്കം മുതലേ. പിന്നെ ഓരോരുത്തർ വന്ന് ചേരുമായിരുന്നു സിനിമയിലേക്ക്. നല്ലൊരു ടെക്നിക്കൽ ക്രൂ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് പ്രോസസ്സ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, കാരണം ആ സമയത്ത് മഴ തുടങ്ങുന്ന ടൈമായിരുന്നു. നല്ല വെയിൽ, ചൂടുള്ള സമയമായിരുന്നു. പിന്നെ ഈ മഴ കാരണം നമുക്ക് ഒരുപാട് ലൊക്കേഷൻസ് നമുക്ക് പല സമയത്ത് ഷൂട്ട് ചെയ്യാണ്ട് വിടേണ്ടിയൊക്കെ വന്നു. പിന്നെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 90 ലൊക്കേഷനുകൾ ഉണ്ടായിരുന്നു. ഒരു 60 ദിവസത്തിൽ നമുക്കൊരു കവർ ചെയ്യാനുള്ള, അതായിരുന്നു ഷൂട്ടിങ്ങിലെ ഏറ്റവും വലിയ ചലഞ്ച്. പിന്നെ ടെക്നിക്കലി അല്ലെങ്കിൽ ക്രിയേറ്റീവ്ലി നോക്കുകയാണെങ്കിൽ 2 കാലഘട്ടം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കാലഘട്ടം പല തവണയായിട്ട് ഈ പഴയ കാലഘട്ടം കയറി വരുന്നുണ്ട് ഓരോരുത്തരുടെ ഓർമ്മകളിൽ നിന്ന് അവർ എടുത്ത് പറയുന്ന കാര്യങ്ങളിൽ. അപ്പോൾ അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ടെക്നിക്കലി ഉള്ളൊരു ചാലഞ്ച്, സിനിമാറ്റോഗ്രാഫി വൈസ് അല്ലെങ്കിൽ ലൈറ്റിംഗ് വൈസ് ഉള്ളത്. അത് ഞങ്ങൾ ഷൂട്ടിൻ്റെ സമയത്തും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനും കൂടെ ആയിട്ട് പല നല്ല ടെക്നീഷ്യൻസിൻ്റെയും കൊളാബറേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. പലപ്പോഴും ഈ 2 കാലഘട്ടം കാണിക്കുന്ന സമയത്ത് പലർക്കും ഇങ്ങനെ എടുത്ത് നിൽക്കും. അതിലിപ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ 2പേരുടെയും വർക്ക് പറയണം, ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റും പറയണം, അപ്പുവിൻ്റെ സിനിമാറ്റോഗ്രാഫിയും പറയാം. കാരണം നമുക്കിങ്ങനെ സ്വിച്ച് ചെയ്യാൻ എളുപ്പമായിട്ടാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി എനിക്ക് തോന്നിയത്. അതായത് ഇതിപ്പോൾ നടക്കുന്നതാണ്, അതന്ന് നടന്നതാണ് എന്നുള്ളത് എടുത്ത് നിൽക്കാതെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അത് ജോഫിനുമായി ചേർന്ന് എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്ത് കാതോട് കാതോരത്തിൻ്റെ ഒരു സെറ്റ് അന്ന് നടന്നതും അത് തന്നെ ചിലപ്പോൾ ആ സിനിമ കണ്ട് പരിചയിച്ച പഴയ തലമുറയ്ക്ക് കൂടെ അത് കൺവിൻസിങ് ആവണമല്ലോ. അതെ അതിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിൽ അത് ഭയങ്കര വെൽ ഡിഫൈൻഡ് ആയിരുന്നു. ആ ട്രാൻസിഷൻസ്, അതായത് ആസിഫ് അലിയുടെ ക്യാരക്ടർ ഓരോ ക്യാരക്ടേഴ്സിനെ കണ്ടുപിടിക്കുന്നു, അവർ എടുത്തുനിന്ന് കിട്ടുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. ആ ഒരു ട്രാൻസിഷൻസ് അത് സ്ക്രിപ്റ്റിൽ ഡിഫൈൻഡ് ആയിരുന്നു. പക്ഷെ ഒരുപാട് കഥയുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ഷമീറിൻ്റെ ഒരു ഭയങ്കര ഒരു എഡിറ്റിംഗ് സ്കില്ല് തന്നെയാണ് അതിനെ ഇത്രയും സീംലെസ് ആയിട്ട് ആ ഒരു നറേഷൻ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളത്. നമുക്കത് ആ നറേഷൻ അത്രയും എവിടെയും നമുക്കൊരു എന്താ പറയുക, ഒരു ബോറടിപ്പിക്കാതെയോ അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിക്കാണ്ടെയോ കൊണ്ടുപോകാൻ പറ്റുന്നത് അതൊരു എഡിറ്ററിൻ്റെ ഒരു സ്കില്ലാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഷാജി നടുവിൽ എന്നുള്ള ആർട്ട് ഡയറക്ടറിൻ്റെ ഒരു വർക്കാണ്. ഇപ്പോൾ പഴയ കാലഘട്ടം നമുക്ക് വിഷ്വലി അത്രയും ഒറിജിനലായിട്ട് അന്നത്തെ കാലഘട്ടമായി പണ്ടത്തെ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഇത് ആ കാലഘട്ടം ആണല്ലോ തോന്നിച്ചിട്ടുള്ളത്. അങ്ങനത്തെ കുറേ ഡീറ്റെയിലിംഗ് ആണ്. അതിപ്പോൾ സമീറയുടെ കോസ്റ്റ്യൂംസ്, റോണക്സിൻ്റെ മേക്കപ്പ്, ഇതിനൊക്കെ തുല്യ പ്രാധാന്യമുണ്ട്. ഇപ്പം നമ്മുടെ വർക്കാണ് ആൾക്കാർ ശ്രദ്ധിക്കുക. ഇപ്പോൾ സിനിമാറ്റോഗ്രഫി എന്ന് പറയുമ്പോൾ പോലും ആ സിനിമാറ്റോഗ്രഫിയിൽ വരുന്ന ഒരു 50% ആർട്ട് ഡയറക്ഷനാണ്, അടുത്തൊരു 20% കോസ്റ്റ്യൂംസ് ആണ്, പിന്നെ ഒരു 10% മേക്കപ്പ് ആണ്, ബാക്കിയുള്ളതാണ് ശരിക്കും. അപ്പോൾ ഇതെല്ലാം നന്നായി വന്നാലേ സിനിമാറ്റോഗ്രഫി നന്നാവുള്ളൂ. പലർക്കും മനസ്സിലാവാറില്ല എന്തുകൊണ്ടാണ് ഇത് നന്നായി കാണുന്നതെന്ന്. അപ്പം ഇതൊക്കെ കറക്റ്റായി വന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമറ മൂവ്മെന്റ് ഒരു ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. ഉറപ്പായിട്ടും. പിന്നെ ജോഫിന്റെ വിഷനാണ്, ഡെഫിനറ്റ്ലി ജോഫിനാണ് എൻഡ് ഓഫ് ദി ഡേ, ജോഫിന്റെ തീരുമാനമാണ്, ജോഫിന്റെ ഒരു വിഷനാണ് ഈ സിനിമ. അപ്പം ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റിയത് ജോഫിന്റെ വലിയൊരു കഴിവ് തന്നെയാണ്. ആസിഫ് അലി എന്നുള്ള ഒരു ആക്ടറെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയം കൂടെയാണല്ലോ ഈ സമയം. കാരണം പുള്ളി അർഹിക്കുന്ന ഒരു രീതിയിൽ ആ ആക്ടറെ സെലിബ്രേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം കിഷ്കിന്ധയൊക്കെ വന്നപ്പോഴേക്കും വലിയ സക്സസ് ആവുന്നു അത്തരം സിനിമകൾ എന്നൊക്കെ ഉള്ളത്. എങ്ങനെയൊരു ആസിഫ് അലി എന്നുള്ള ഒരു ആക്ടറുടെ കൂടെ അടുപ്പിച്ച് 2 പടങ്ങൾ, അതിന് 2 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് ശരിക്കും ബൈ ചാൻസ് ആയിരുന്നു. കാരണം ആദ്യത്തെ ആസിഫ് അലിയുടെ കൂടെയുള്ള ആദ്യത്തെ സിനിമ ലെവൽ ക്രോസ്, അത് ഞാൻ ചെയ്യേണ്ട സിനിമയായിരുന്നില്ല. അത് വേറൊരു ക്യാമറമാൻ ആയിരുന്നു. അതിൽ ഞാൻ ശരിക്കും ഒരു ഷൂട്ടിന് ഒരു 10 ദിവസം മുന്നെയാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരു ഷൂട്ടിന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട്
സതീഷ് കുറുപ്പ്. അപ്പം ജിത്തു സാറിന്റെ റാം എന്നുള്ള പ്രൊജക്ടിന്റെ ഒരു എബ്രോഡിൽ ലൊക്കേഷൻ കാണുന്ന യാത്ര പെട്ടെന്ന് വന്നതുകൊണ്ട് പുള്ളി എനിക്ക് പാസ് ചെയ്ത് തന്നതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ആസിഫിനെ മീറ്റ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ആസിഫ് ശരിക്കും ഡിസേർവിംഗ് ആണ്. കാരണം ആസിഫിന് ഓരോ ക്യാരക്ടറും അതിന്റെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ അദ്ദേഹം എടുക്കുന്ന ഒരു ഹോംവർക്ക് ഉണ്ട്. അതൊരു സ്ക്രിപ്റ്റ് റീഡിംഗ് സെഷൻ തൊട്ടിട്ട് ഷൂട്ട് വരെ നമുക്ക് ആ ഒരു ജേർണി കാണാം. അദ്ദേഹം ആ സിനിമയുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡീപ്പായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. പിന്നെ ആ ക്യാരക്ടറിൽ അത്രത്തോളം ഇൻവെസ്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലെവൽ ക്രോസിൽ അദ്ദേഹം ഒരു നടത്തം പിടിച്ചിട്ടുണ്ട്. ആ ഒരു നടക്കുന്ന ശൈലി, അതായത് ഷൂട്ട് കഴിയാറായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ബാക്ക് പെയിൻ വന്നു. കാരണം ആ ഒരു ചെറിയൊരു ഞൊണ്ടുണ്ട്, അതായത് ഒരു കാല് രണ്ടും ഒരേ ലെങ്ത് അല്ലാന്ന് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ളൊരു നടത്തമുണ്ട്. ഇനി സിനിമ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കും. കാരണം അങ്ങനത്തെ കുറേ ന്യൂവാൻസസ് അത് ഭയങ്കരമായിട്ട് ഒരു മെത്തേഡ് ആക്ടറിനെ പോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് അത്രയും ആ ക്യാരക്ടറെ പറ്റി അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ രഘു എന്നുള്ള ക്യാരക്ടർ എങ്ങനെയായിരിക്കും നടക്കുക, എങ്ങനെയായിരിക്കും ചിരിക്കുക, അത് എങ്ങനെയായിരിക്കും പെരുമാറുക, അതൊക്കെ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര ഡിസേർവിംഗ് ആണ്. ലെവൽ ക്രോസിലെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെയാണല്ലോ, ഒരു ഡെസേർട്ട് ഏരിയ. അതെങ്ങനെയായിരുന്നു? അത് ലൊക്കേഷൻ ആദ്യം ഡിസൈഡഡ് ആയിരുന്നു. ടുണീഷ്യയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. അർഫാസ് അയ്യൂബാണ് അതിന്റെ ഡയറക്ടർ. അർഫാസ് ജിത്തു ജോസഫിന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഈ റാം എന്നുള്ള പ്രൊജക്ടിന് വേണ്ടിയിട്ട് അവർ ഈ ലൊക്കേഷനൊക്കെ കണ്ടിട്ടുണ്ട് മുന്നേ. അങ്ങനത്തെ ഒരു യാത്രയിലാണ് അർഫാസിന് ഈ ഒരു ലൊക്കേഷൻ കിട്ടുന്നത്. അർഫാസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു ഇവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്. പിന്നെ അതിന്റെ ഒരു ലോജിസ്റ്റിക്സ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ബാക്കിയുള്ള ജോലി. എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരുഭൂമിയിൽ ഷൂട്ട് ചെയ്യുന്നത്. അതായത് സഹാര ഡെസേർട്ടിന്റെ ഒരു തുടങ്ങുന്ന ഒരു ഏരിയ ആണ് ടുണീഷ്യ. അപ്പം നോർത്തേൺ ആഫ്രിക്കയിൽ സഹാര ഇങ്ങനെ സ്പ്രെഡായി കിടക്കുക. അപ്പം അൾജീരിയ തൊട്ടടുത്ത് നമ്മൾ കിടക്കുന്ന അൾജീരിയയാണ്. അപ്പം അൾജീരിയയും ടുണീഷ്യന്റെ ഇടയിലുള്ള ഒരു സ്ട്രെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ലൈറ്റ് നോക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനറേറ്റേഴ്സ് പാർക്ക് ചെയ്യാനുള്ള ഇതൊക്കെയാണ് നോക്കുക. ഒരിക്കലും വിൻഡിൻ്റെ ഒരു ഫാക്ടർ ചെയ്തിട്ടില്ല. കാരണം ഇവിടെ ഈ മരുഭൂമിയിൽ എപ്പോഴും ഒരു ലെയർ ഓഫ് വിൻഡ് ഉണ്ടാവും. ആ വിൻഡ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഈ മണൽ എപ്പോഴും ഇങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ ഡ്യൂൺസ് ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ഈ ചെറിയ ലെയറിൽ ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻസും ഒപ്റ്റിക്കലായിട്ടുള്ള ഇപ്പോൾ ലെൻസസും ഇതിനൊക്കെ ഒരഞ്ഞിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം സ്റ്റാറ്റിക് കറണ്ട് തൊട്ടിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് വലിയൊരു ചാലഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ സിങ് സൗണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ ഒച്ചയുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനത്തെ പല ചാലഞ്ചസ് ഉണ്ട്. ഇത് നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ടാണ് മനസ്സിലാക്കിയത്. അത് ഇത്രയും നാളത്തെ ഒരു കരിയറിലൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഈ കോഴിക്കോട്ടുകാരനായ അപ്പു പ്രഭാകറിലേക്ക് വന്നാൽ, എന്നിട്ട് ഇത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ മെക്കാനിക്കൽ എഞ്ചിനീയറായി വർക്ക് ചെയ്ത ഒരാള് എങ്ങനെയാ സത്യജിത് റേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതും സിനിമ പഠിക്കുന്നതും സിനിമാറ്റോഗ്രാഫർ ആവുന്നതും? അത് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് എഞ്ചിനീയറിംഗ് ജോലി മടുത്തിട്ടാണ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ലൈഫിൽ എന്നുള്ളൊരു ഓപ്ഷന് നോക്കി തുടങ്ങിയത്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത് ചെറുതായിട്ടൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇന്റർനെറ്റൊക്കെ ഭയങ്കര ഓപ്പൺ ആയിട്ട് നമുക്ക് എല്ലാ ഇൻഫോർമേഷനും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിൽ ഫോട്ടോഗ്രാഫീൻ്റെ ബേസിക്സ് ഞാൻ തന്നെ വായിച്ച് പഠിച്ചു തുടങ്ങി. പിന്നെ ടാറ്റ മോട്ടോഴ്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ജംഷഡ്പൂരിലും ധാർവാഡ് കർണാടകയിലും. ആ സമയത്ത് ഞാനൊരു DSLR ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എൻ്റെ രീതിയിലൊരു എക്സ്പെരിമെൻറ്റേഷൻ തുടങ്ങിയിരുന്നു. അപ്പം ജോലി ഭയങ്കരമായിട്ട് മടുത്തു തുടങ്ങിയപ്പോൾ ഇനി അതിലെനിക്ക് വലിയ ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫീനെ എങ്ങനെ പ്രൊഫഷനാക്കാം എന്നുള്ളൊരു ചിന്ത പോയി. അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കണ്ടത്. അപ്പം അങ്ങനെ ബൈ ചാൻസ് പോയതാ. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് ഇതിൽ നന്നായി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആരും എന്നെ ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഡെയിലി ചെയ്തിരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോട്ടോഗ്രാഫി. അപ്പോൾ ധാർവാഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 6 മണി വരെ ജോലി. 6 മണി കഴിഞ്ഞാൽ ഞാൻ ക്യാമറ ഉണ്ടാവും, വണ്ടിയിൽ ക്യാമറ ആയിട്ടാണ് വരിക. ക്യാമറ എടുത്തിട്ട് ഞാൻ നേരെ പോകുന്ന പറഞ്ഞാൽ അവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് സൈഡിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറേ കിട്ടുള്ളൂ ഒരു ടൈം, ഒരു 6:30 വരെയുള്ള ടൈമിൽ. പക്ഷെ സ്പീഡിൽ ബൈക്കിൽ പോയിട്ട് ആ ഒരു 15 മിനിറ്റാണ് ആ ദിവസത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി മേ ബി ഇതെടുക്കുകയാണെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു മടുപ്പ് ഫീൽ ചെയ്യില്ല. അതെ അതെ, അപ്പൊ അങ്ങനത്തെ ഒരു ജോലിയല്ലേ നമുക്ക് വേണ്ടത് എന്നുള്ളൊരു തോന്നല് തന്നു. അതെ, അതായിരുന്നു ഒരു സ്പാർക്ക്. അതെ. പിന്നെ മലയാളത്തിലാണ് ഒരു തുടക്കമെങ്കിലും കുറെ നാളിന് ശേഷമാണ് ഒരു സജീവമായിട്ട് മലയാളത്തിലേക്ക് വരുന്നത് പറയാം അല്ലേ? CIAയിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെ, CIAയിൽ ഞാൻ സെക്കൻഡ് ക്യാമറ ഓപ്പറേറ്റർ ആയിരുന്നു അമൽ നീരത്തിന്റെ കൂടെ. പിന്നെ കാർബൺ എന്നുള്ള സിനിമയിൽ ക്യാമറമാൻ വേണു ഡയറക്ട് ചെയ്ത് കാർബണില് മോഹനൻ സാർ, ക്യാമറമാൻ മോഹനൻ സാറിന്റെ സെക്കൻഡ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു. നാഷണൽ അവാർഡ് കിട്ടിയ ഷോർട്ട് ഫിലിം ഐ ടെസ്റ്റ്, അത് ഞാൻ പറയാൻ വരുമായിരുന്നു. അതെ, അത് അതിനിടയ്ക്ക് CIAയുടെ ഇടയിൽ പോയി ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. അതിന്റെ ഡയറക്ടറും കോഴിക്കോടുകാരിയാണ്, സുധ.
ശരിക്കും ആ അവാർഡ് മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാനൊരു സുജിത് സർക്കാരിന്റെ ഒക്ടോബർ എന്നുള്ള സിനിമ എറണാകുളത്ത് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്റർവെൽ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ എനിക്ക് എന്തോ ഒരു ഇതുണ്ടല്ലോ, എന്തോ അർജൻസി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോഴാണ് കോൾസ് വരുന്നത്. അപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയെന്ന്. ശരിക്കും സിനിമ നാഷണൽ അവാർഡിന് അയച്ചെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഡയറക്ടർ അയച്ചത്, അതും ലാസ്റ്റ്. എനിക്കൊന്ന് സുധ ഒരു വളരെ ലാസ്റ്റ് മൊമെന്റിൽ അത് അയച്ചത്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഞെട്ടലായിരുന്നു, ശരിക്കും ഞെട്ടലായിരുന്നു. നേപ്പാളി, ബംഗാളി, തെലുങ്കു ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ജംഷഡ്പൂരിലൊക്കെ വർക്ക് ചെയ്ത ഒരു ഇതിലാണോ അങ്ങനെ, അല്ലെ സത്യജിത്താണോ? അത് ശരിക്കും പുറത്ത് വർക്ക് ചെയ്തതും സത്യജിത്ര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത് എനിക്ക് ലാംഗ്വേജ് വൈസ് എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഹിന്ദി അത്യാവശ്യം നന്നായിട്ട് അറിയാം സംസാരിക്കാനും. ഇന്ത്യയിൽ എവിടെ കൊണ്ടുപോയിട്ടാലും വർക്ക് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഓരോ 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആവുമായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ, ഡൽഹി അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഈ സിനിമകളിലേക്ക് എത്താനുള്ള മെയിൻ കാരണം ഈ ഷോർട്ട് ഫിലിമിന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അതേ വർഷം ബെസ്റ്റ് ബംഗാളി ഫിലിം നാഷണൽ അവാർഡ് കിട്ടിയ ഡയറക്ടർ എന്നെ ഒരു സിനിമ ഞാൻ വിളിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 3 സിനിമ ഞാൻ അടുപ്പിച്ച് അവിടെ പോയി ചെയ്തു. അങ്ങനെ ബംഗാളിയിൽ ഒരു 6 സിനിമ ഇതുവരെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോവിഡ് തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ ഷോറിയിൽ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് ഈ ഉമാമഹേശ്വർ ഉഗ്രരൂപസ്യ ചെയ്യാൻ വിളിക്കുന്നത്. അതെ, അത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ ഒഫീഷ്യൽ റീമേക്ക്. അത് അങ്ങനെ അവിടെ പോയിട്ട് പിന്നെ 2 സിനിമകൾ അവിടെ ചെയ്തു. പിന്നെ കുറച്ച് സിനിമകളുടെ ഈ ക്ലാഷ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്തു, പാച്ചസ് ആയിട്ട്. പിന്നെ ഗുജറാത്തിയിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, നേപ്പാളിയിൽ 2 സിനിമ ചെയ്തിട്ടുണ്ട്. അത്തരം ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ സജീവമായിട്ട് വരുമ്പോ എന്താ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ള സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതി? തെലുങ്കും മലയാളം തമ്മിൽ എനിക്ക് ഭയങ്കര വ്യത്യാസം തോന്നിയിട്ടില്ല. അതായത് നമ്മളെ വർക്കിംഗ് സ്റ്റൈൽസ് ഒക്കെ സിമിലർ ആണ്. തെലുങ്കിൽ കുറച്ചും കൂടെ ഒരു ജോലി പോലെയാണ് അവർ ചെയ്യുന്നത്. അതായത് ഒരു 9 to 6 ജോബ് പോലെയാണ്. അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് പോയി വരും, തിരിച്ച് ഹൈദരാബാദിലെ ഷൂട്ടാണെങ്കിൽ വീട്ടിലേക്ക് പോകും. കേരളത്തിൽ പക്ഷേ ഇതൊരു എന്താ പറയുക, കുറച്ചും കൂടി ഒരു പാഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. ബഡ്ജറ്റ് കുറവാണ്. എല്ലാവരും ഇപ്പോൾ ഹോട്ടലിലാണ് താമസിക്കുക. അപ്പോൾ നമ്മൾ വീട് കോഴിക്കോടാണെങ്കിൽ തന്നെ അവരൊരു ഹോട്ടലിലായിരിക്കും താമസിപ്പിക്കുക. കാരണം അവർക്ക് രാവിലെ എല്ലാവരെയും ഷൂട്ടിന് കൊണ്ടുപോകാനും തിരിച്ചു കൊണ്ടുവരാനും ഉള്ള സൗകര്യമാണ്. ഭയങ്കര എഫിഷ്യൻ്റ് ആണ് മലയാളം. കാരണം നമുക്ക് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് തന്നെ ആ ഒരു സ്കെയിൽ കാണിക്കാൻ പലപ്പോഴും, അതുകൊണ്ടാണ് ഇവിടുത്തെ ടെക്നീഷ്യൻസ് ഭയങ്കര മികച്ചു നിൽക്കുന്നത്. അവിടെ അങ്ങ് എല്ലാം അവൈലബിൾ ആണ്, പക്ഷെ അത്ര ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചിലപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവില്ല. അതെ, എപ്പോഴും നമ്മളൊരു കൺസ്ട്രെയിൻസിലാണല്ലോ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ രേഖാചിത്രം പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു മൊമെന്റ് ഉണ്ട്. മമ്മൂക്ക ഒരു ക്ലിക്ക് എടുത്തു അല്ലേ? അതെ, സ്വന്തം ഫോട്ടോ, എന്റെ ഫോട്ടോ. അതെ അതെ അതെ. മമ്മൂക്കയുടെ ഒരു ലാസ്റ്റ് വരുന്ന ഒരു വോയിസ് ഓവർ ഇതുണ്ട്, പ്രിയപ്പെട്ട രേഖയ്ക്ക്. അത് ആ മമ്മൂട്ടി ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അതെടുക്കാൻ പോയപ്പോൾ ഞാൻ മൈക്ക് പിടിച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ അപ്പുറത്ത് ഒരു ക്യാമറ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ ഒരു ക്യാമറയുടെ ബോക്സ്. ഞാനിതെന്താ മമ്മൂക്കാന്ന് ചോദിച്ചു. അപ്പം പുള്ളി കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ കാണാം, പിന്നെന്താ. അപ്പം അങ്ങനെ ഓരോ ക്യാമറ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമറ കളക്ഷൻ ഉണ്ട്. അതായത് ഏറ്റവും ലാർജസ്റ്റ് ഫോമാറ്റ് തൊട്ടിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ഫോമാറ്റ് വരെ, അതായത് സെൻസർ സൈസിൻ്റെ ഡിഫറൻസ് ആണ് ഈ ഫോമാറ്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ പലതരം ക്യാമറാസ്. ഞാൻ ഇതുവരെ ഇത്രയും വലിയ കളക്ഷൻ കണ്ടിട്ടില്ല ആരുടെ അടുത്ത് റീസെൻ്റ്ലി. അപ്പം എല്ലാം അദ്ദേഹം ഉപയോഗിക്കാനും തന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു ഇങ്ങനെ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അതെ, നല്ലൊരു മെമ്മറി ആയിരുന്നു. അതെ. ഈ ഉമാമഹേശ്വരിയിലേക്ക് വരുമ്പോൾ തെലുങ്കുലെ ഡെബ്യൂ മൂവി ആയിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹേഷിന്റെ പ്രതികാരം മലയാളി അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഒരു വ്യത്യസ്തത കൊണ്ടുവന്നാണ്. നമ്മൾ ഫഹദിനെ കണ്ട പോലെ തന്നെയാണ് തെലുങ്കിലെ ആക്ടർ സത്യദേവിനെയും. നമുക്ക് അത്രയും കൺവിൻസിങ് ആയിരുന്നു. പൊതുവേ മലയാളത്തിന്റെ മറ്റു റീമേക്കുകൾ അത്ര, പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ വളരെയധികം റൂട്ടഡ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ നാടുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ ഇടുക്കി അത്രയും ഭംഗിയിൽ ഷൈജു ഖാലിദ് കാണിച്ചിട്ടുള്ളതാണ്. എങ്ങനെയായിരുന്നു അപ്പൊ തെലുങ്കിൽ ഇതിന് സെറ്റ് ചെയ്യാന്നുള്ളത്? തെലുങ്കിൽ ആദ്യം ഞങ്ങള് ഈ അരക്കു വാലി എന്ന് പറഞ്ഞ നമ്മുടെ ഈസ്റ്റേൺ ഗാർഡ്സിലുള്ള ചെറിയ ഹിൽസ് ആണത്. നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പോലെ സ്റ്റീപ്പ് അല്ല, അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈസ്റ്റേൺ ഗാർഡ്സ്. അവിടെ നിന്നാണ് നമ്മുടെ ഈ അത് ശരിക്കും ഛത്തീസ്ഗഡ്, ഒറീസ, ആന്ധ്ര ഇതിന്റെ ഒരു റെഡ് കോറിഡോർ എന്നൊക്കെ പറയില്ല, നമ്മൾ മാവോയിസ്റ്റ് ആക്ടിവിറ്റിയുള്ള അതിൻ്റെയൊക്കെയുള്ള ഏരിയ ആണ് അത്. ആക്ച്വലി അരക്കു വാലിയാണ് അത്. നമ്മൾ ആന്ധ്രയിലുള്ള സൈഡിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ പോയി ലൊക്കേഷൻ കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായാലും ഇവിടെ പ്ലേസ് ചെയ്ത പോലെ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇനി നമ്മൾ മഹേഷിന്റെ പ്രതികാരം സിനിമ ഇനി വെച്ച് റെഫറൻസ് ചെയ്യുന്നില്ല. ഞങ്ങളതുകൊണ്ട് ഒരുമിച്ച് ആ സിനിമ ഇരുന്ന് കണ്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അതിന്ന് അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അത് എനിക്കൊന്ന് പ്ലോട്ട് പോയിന്റ്സ് സിമിലർ ആയിരുന്നു, പക്ഷെ കുറച്ച് ക്യാരക്ടേഴ്സിനെയൊക്കെ പുള്ളി ഒന്ന് മാറ്റി. അതായത് ഇവിടെ മഹേഷിനെ വിട്ടിട്ട് പോകുന്ന സ്ത്രീനെ ഭയങ്കര തേപ്പുകാരി എന്നുള്ള ഒരു അപ്രോച്ച് ആയിരുന്നില്ല, അത് പാടെ ഒഴിവാക്കി. അതായത് പുള്ളിക്കാരി അവനെ വിട്ടത് പുള്ളിക്കാരിയുടെ തന്നെ ഒരു കാരണം ഉണ്ടാവും.
അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു സ്റ്റാൻസ് ആണ് ഡയറക്ടർ എടുത്തത്. അത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി. തെലുങ്കിൽ അത് ഭയങ്കര അതിലൊരു ഹ്യൂമർ ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പം ബേസ് സ്റ്റോറി സെയിം ആയിട്ട് എടുത്തിട്ട് നമ്മളൊരു ഒറിജിനൽ ഫിലിം ചെയ്യുന്ന പോലെ തന്നെ ചെയ്തത്. എനിക്ക് തോന്നുന്നു അതാണ് അതിന്റെ ഒരു വ്യത്യാസം. നമ്മൾ ഫ്രെയിം ബൈ ഫ്രെയിം അല്ലെങ്കിൽ ഷോട്ട് ബൈ ഷോട്ട് റീമേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് മോശമായാണ് ചിലപ്പം. അതെ അതെ, ഒരിക്കലും ആലോചിക്കില്ല മറ്റൊരു ഭാഷയിൽ. അപ്പൊ അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു ഒറിജിനാലിറ്റി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ ഒരു കണക്ട് ആവുന്നതും. ഇനി എങ്ങനെയാണ് മലയാളത്തിൽ സജീവമാവണമെന്ന് തന്നെയാണോ വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും എനിക്ക് കമേഴ്ഷ്യൽ സിനിമയിൽ സജീവമാണെന്ന് തന്നെയാണ് പണ്ട് മുതലേ ആഗ്രഹം. കാരണം ഏറ്റവും അധികം ആൾക്കാർ കാണുന്ന സിനിമ ഇതാ. ഇപ്പം ഞാൻ ഒത്തിരി ഫെസ്റ്റിവലുകളിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകളിൽ എൻ്റെ സിനിമ പോയിട്ടുണ്ടെങ്കിലും എനിക്കെപ്പോഴും ആഗ്രഹം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇപ്പം കാണണം എന്നാണ്. ഇപ്പം രേഖാചിത്രം തന്നെ കണ്ടിട്ട് ഒരുപാട് പരിചയമുള്ളവർ, പണ്ട് പരിചയമുള്ള ആൾക്കാർ, പാരൻസിന് പരിചയമുള്ളവരൊക്കെ വിളിച്ചു. അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാരണം അവര് സിനിമ ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു. അപ്പം അങ്ങനത്തെ സിനിമകളിൽ ഭാഗമാവണം എന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാതരം സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ കോഴിക്കോടേക്ക് വരികയാണെങ്കിൽ എന്താ കോഴിക്കോടൻ ഓർമ്മകളൊക്കെ? പഠിച്ചതെല്ലാം പഠിച്ചത് ഞാൻ ജനിച്ചത് കോഴിക്കോടാണ്. ഞാനിവിടെ മേരിക്കുന്ന് ഹോസ്പിറ്റലാണ് ജനിച്ചത്. അതെ, നിർമ്മല ഹോസ്പിറ്റല്. പിന്നെ എൻ്റെ അച്ഛൻ പ്രഭാകരൻ, അമ്മ ത്രേസ്യാമ്മ ജോർജും കാനറ ബാങ്ക് എംപ്ലോയീസ് ആയിരുന്നു. അവര് കാനറ ബാങ്കിൽ, കോഴിക്കോട് കാനറ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് അങ്ങനെ കോഴിക്കോട് സെറ്റിൽ ആയതാ. അപ്പൊ എന്റെ സ്കൂളിംഗ് ഒരു 4ാം ക്ലാസ് വരെ കോഴിക്കോട് തന്നെയായിരുന്നു. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ ട്രാൻസ്ഫർ ആവുന്ന കാരണം പല പല സ്റ്റേറ്റ്സിൽ, അതായത് ബാംഗ്ലൂർ, ഡൽഹി, അങ്ങനെ പല സ്ഥലത്തും പഠിക്കാൻ ഒരു അവസരം കിട്ടി. അത് ആക്ച്വലി എന്റെ ഹിന്ദിയൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ആകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ 10ാം ക്ലാസ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചത് കോഴിക്കോട് തന്നെയായിരുന്നു. അതേ സ്കൂളില്, കേന്ദ്ര വിദ്യാലയ ഈസ്റ്റിൽ, അവിടെ തിരിച്ചു വന്നു. പിന്നെ NIT കാലിക്കറ്റില് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടി. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഗ്രാജുവേഷൻ വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 10-15 വർഷം കോഴിക്കോട് നിന്നിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ തിരിച്ചു വരുന്നത്. ഇപ്പോഴാണ് ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. അപ്പൊ കോഴിക്കോടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ട്. അത് ചെറുപ്പം മുതലേ, അതായത് ചെറുപ്പകാലത്ത് ഞാൻ ഏറ്റവും ക്ലോസ് ആയിരുന്നു എൻ്റെ അച്ഛച്ചന്റെ കൂടെയായിരുന്നു. അപ്പൊ അച്ഛച്ചനായിരുന്നു സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുക. എല്ലാ ദിവസവും ഞങ്ങൾ ബീച്ചിൽ പോവും. അപ്പൊ അച്ഛച്ചൻ ഒരു പോർട്രേറ്റ് പെയിന്റർ ആയിരുന്നു, അമച്വർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ചെറുപ്പകാലം ഒക്കെ ആയപ്പോഴത്തേക്കും അദ്ദേഹം ഫോട്ടോഗ്രാഫി എല്ലാം നിർത്തിയിരുന്നു. അപ്പം അങ്ങനെ ഒത്തിരി ഒരു ഫോർമാറ്റീവ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് എനിക്ക് കോഴിക്കോടുമായിട്ട് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ വേറൊരു തരത്തില് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഞാനൊരു ഔട്ട്സൈഡർ ആണെന്ന് കോഴിക്കോട് എന്നെ പറ്റി ആലോചിക്കുമ്പോൾ. കാരണം എന്റെ ശരിക്കും ഒരു ഫോർമാറ്റീവ് ആയിട്ടുള്ള ഒരു ഇയേഴ്സ്, അതായത് ഒരു ടീനേജ് പ്രായം അല്ലെങ്കിൽ ടീനേജ് എത്തുന്ന വരെയുള്ള ഒരു പ്രായം ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പോഴും ഞാൻ കോഴിക്കോട് ത്തെ പല കാര്യങ്ങളും കണ്ടെത്താറുണ്ട്. പിന്നെ എനിക്ക് കോഴിക്കോട് ഭയങ്കര ഭാഗ്യമുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിമിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്, ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കോഴിക്കോട്ടുകാരിയായ ഒരു സുധ പത്മജ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം മേക്കർ ഡയറക്ട് ചെയ്ത ഷോർട്ട് ഫിലിം ആയിരുന്നു. അപ്പൊ ആ രീതിയിൽ കോഴിക്കോട് എപ്പോഴും എനിക്കൊരു ബ്ലെസ്സിങ് ആണ്. സിനിമാറ്റോഗ്രഫിയിൽ നമ്മുടെ മലയാളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആൾക്കാരൊക്കെ ആരായിരിക്കും? എനിക്ക് ഇന്ത്യൻ സിനിമാറ്റോഗ്രഫിയിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പം കുറച്ച് പേരുടെ പേര് പറയുകയാണെങ്കിൽ അശോക് മേത്ത എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം കമേഴ്ഷ്യൽ സിനിമകളും എന്നാൽ പാരൽ സിനിമകളെയും ഭയങ്കര ഈക്വലി നല്ല രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ KK മഹാജന്റെ ഇവരുടെ ഒരു ബോഡി ഓഫ് വർക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഒരു സിംഗിൾ ഫിലിം അല്ല, അങ്ങനത്തെ ഒരു ബോഡി ഓഫ് വർക്ക് ഉള്ള ഒരു വേണു സാർ, എനിക്ക് അങ്ങനെയുള്ളവരോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. കാരണം ഒരു വർക്കായിട്ടല്ല. അപ്പൊ കാരണം അവരുടെ, അതായത് പല ഡയറക്ടേഴ്സിനനുസരിച്ച് ക്യാമറ ചെയ്യുക, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫറിന്റെ ഒരു അൾട്ടിമേറ്റ് സ്കിൽ. കാരണം ഡയറക്ടർ ഏത് തരത്തിലുള്ള കഥ വന്നാലും നമുക്ക് കഥയ്ക്കനുസരിച്ച് നമ്മുടെ സ്റ്റൈലിനെ ബെൻഡ് ചെയ്യാനും അതിനോട് ബ്ലെൻഡ് ചെയ്യാനും പറ്റുന്ന, അങ്ങനെ ആയിരിക്കണം നമ്മൾ, അതുപോലെ ആയിരിക്കണം. അല്ലാണ്ട് ഇതാണ് എൻ്റെ ശൈലി, ഞാൻ ഏത് സിനിമയാണെങ്കിലും ഞാൻ ഈ ശൈലിയിലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വീക്ക്നെസ് ആണ്. അപ്പം സിനിമയ്ക്ക് അനുസരിച്ചും ഫിലിം മേക്കറിന്റെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഒരു സപ്പോർട്ടിങ്, നമ്മൾ ഡയറക്ടറിന്റെ വിഷൻ അത് അതിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം. പിന്നെ അങ്ങനത്തെ വേരീഡ് ആയിട്ടുള്ള ശൈലികൾ നമുക്ക് ചെയ്യാൻ പറ്റണം.
അങ്ങനെ ഉള്ള സിനിമാറ്റോഗ്രാഫേഴ്സാണ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പം സന്തോഷ് ശിവൻ, മധുവമ്പാട് സാർ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നാരായണീന്റെ മൂന്നാം മക്കൾ എന്ന് പറയുന്നത് അത് കോഴിക്കോട് ബേസ്ഡ് ആണ്. ഒരു കൊയിലാണ്ടിയിലൊക്കെ വെച്ച് നടക്കുന്ന ഒരു കഥയായിട്ടാണ്. കോഴിക്കോടുകാരൻ തന്നെയാണ് അതിന്റെ സംവിധായകൻ ശരൺ. അതിന്റെ ഒരു വിശേഷം കൂടെ പറഞ്ഞ് നമുക്ക് തൽക്കാലം ചാറ്റ് അവസാനിപ്പിക്കാം. തീർച്ചയായും. അത് ശരിക്കും ഒരു 3 ബ്രദേഴ്സിന്റെ ഒരു ഫാമിലി ഡ്രാമയാണ്. ഒരു കമ്മിങ് ടുഗദർ, ഒരു 25 വർഷത്തിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 3 പേര് ഒരുമിച്ച് എത്തുമ്പോൾ നടക്കുന്ന ഒരു കുടുംബത്തിൽ 3-4 ദിവസത്തിൽ നടക്കുന്ന കുറെ ഇൻസിഡൻസസ് കോർത്തിണക്കിയിട്ടുള്ള ഒരു കഥയാണ്. നല്ല സിനിമയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറൊരു പ്രത്യേകത ഉള്ളത്, അതിൽ എല്ലാ HODs ആയിട്ട് വർക്ക് ചെയ്തും SRFTIയിൽ പഠിച്ച ആൾക്കാരാണ്, മ്യൂസിക് ഡയറക്ടർ ഒഴികെ. അപ്പം ശരൺ ഉണ്ട് ഡയറക്ടറായിട്ട്. അതിന്റെ സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത്, അദ്ദേഹം നമ്മുടെയൊക്കെ ഒത്തിരി സീനിയർ SRFT. എഡിറ്റർ ജ്യോതി പാണ്ഡ, ആള് ശരണിന്റെ ബാച്ച്മേറ്റ് ആണ്. പിന്നെ അതിന്റെ പുറകിൽ വർക്ക് ചെയ്ത അസിസ്റ്റൻസ് ആണെങ്കിലും അങ്ങനെ പല മേഖലയിൽ വർക്ക് ചെയ്ത SRFTക്കാരുണ്ട്. അപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ ഒരു അതെ അതെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അത് കിട്ടാറില്ലല്ലോ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ. അതെ അതെ ആ ഒരു കൗതുകം ഉണ്ട് അതിന്. ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട്, പക്ഷെ തൽക്കാല സമയപരിമിതി കൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഹരിത. താങ്ക് യു. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഛായാഗ്രാഹകനായ അപ്പു പ്രഭാകറാണ്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. അവതരണം ഹരിത. യുവവാണി സമാപിക്കുന്നു.